ശ്രീ ടി എസ് ശംഭു പറയുമ്പോൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങൾ ആ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് തുടർച്ചയായി മറ്റ് സമൂഹങ്ങളുടെ ഇത് സ്വാഭാവികമായും സ്വാമി സച്ചിദാനന്ദൻ ഇങ്ങനൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനൊരു കാഴ്ചപ്പാട് ചൂണ്ടിക്കാണിക്കുന്നതിന് മറുപടി വരുന്നൊരു സാഹചര്യം മാത്രമാണ്. ആ ചർച്ചകളിൽ എപ്പോഴും ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് സർക്കാർ പോകാത്തത് എന്ന ചോദ്യം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ഇതിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങ് നേരത്തെ ചോദിച്ചു, തന്ത്രിമാർ അല്ലെങ്കിൽ ബ്രാഹ്മണർ മുന്നോട്ട് വെക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നവോത്ഥാനത്തിൽ എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്ന ചരിത്രം അങ്ങ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ പല ആചാരങ്ങൾ, പല കാലങ്ങളിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ട് തന്നെയാണ് സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. ലംഘിക്കപ്പെടുകയോ തിരുത്തുകയോ ചെയ്യപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സതി ഒരു ആചാരമായിരുന്നു നമ്മുടെ നാട്ടിൽ, അത് മാറ്റിയിട്ടുണ്ട്. പലരുടെ ജീവനും കണ്ണീരും ഒക്കെ ഒപ്പിയ ഒരു തീരുമാനമായിരുന്നു. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന തീരുമാനം ഒരു സമൂഹത്തിൽ നിന്നുണ്ടായിട്ടാണോ? അല്ല. പക്ഷേ കാലികമായി അതിനെ അവതരിപ്പിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു 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 വിശേഷ ബുദ്ധി അല്ലെങ്കിൽ ഒരു സവിശേഷത ഒക്കെ ആർക്കാണുള്ളത്? നമ്മുടെ നവോത്ഥാന നായകരെന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകൾ ഇന്നില്ലല്ലോ നമുക്ക്. ഇതിനകത്ത് രണ്ടു തരം പ്രശ്നങ്ങളുണ്ട്. ആ രണ്ടു തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, രസകരമായ കാര്യമെന്ന് വേണം പറയാൻ. കാരണം തന്ത്രി പിതാവാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം തന്ത്രസമുച്ചയം കുഴിക്കാട്ട് വെച്ചൊക്കെ ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നവരെ ഇപ്പോൾ സുപ്രീം കോടതിയോട് വലിയ സ്നേഹമായി. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സ്നേഹം, സുപ്രീം കോടതിയോട് ഇത്രയും ബഹുമാനവും സ്നേഹവും ഒക്കെ എങ്ങനെ വന്നു? ഇതേ സുപ്രീം കോടതിയല്ലേ ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചത്? ആ സുപ്രീം കോടതി വിധിയോട് യാതൊരു ബഹുമാനവും സ്നേഹവും ഇല്ല. തന്ത്രി പിതാവാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അതെ 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 ഈ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ഞാൻ ഉന്നയിക്കുന്നത്, ഈ ഹിന്ദുവിശ്വാസം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് ഹിന്ദുവിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഞാൻ രണ്ട് ഉദാഹരണം അതിലേക്കൊന്ന് വായിക്കാം. അത് 1919 ജനുവരി മാസം 25-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയാണിത്. അതിങ്ങനെയാണ്: 1.5 പതിറ്റാണ്ട് മുമ്പ് തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ റൗക്ക ധരിച്ചെത്തിയ നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചു കീറിയതും തുടർന്ന് നായർ സ്ത്രീകൾ റൗക്ക ധരിച്ചെത്തരുതെന്നും രാജർഷി രാമവർമ്മ കൽപ്പിച്ചു എന്നുള്ളതാണ് 1919 ആ വാർത്ത. എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെത്തുമ്പോൾ റൗക്ക ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു ആചാരവും വ്യവസ്ഥയും നിലനിന്നിരുന്ന നാടാണ്. ഇനിയും 1915 11/9/1915 കൊച്ചി ഗവൺമെൻറ് ഗസറ്റ് ഒന്ന് വായിക്കാം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 1090 കർക്കടകം 30 മുതൽ 1091 ധനുമാസം 17 വരെ നടത്തി വരുന്ന പഞ്ചസന്ത അടിയന്തരം അവസാനിക്കുന്നത് വരെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ 4 പുറയുള്ള ഇടവഴികളിൽ കൂടിയോ ഈ ക്ഷേത്രത്തിൻ്റെ തെക്കും പടിഞ്ഞാറുമുള്ള കുളങ്ങൾക്ക് സമീപത്തു കൂടിയോ ഹിന്ദുക്കളിൽ, ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, ഹിന്ദുക്കളിൽ തീണ്ടലുള്ളവരോ ഹിന്ദുക്കളല്ലാത്ത മറ്റു ജാതിക്കാരോ ഗതാഗതം ചെയ്യുന്നതായാൽ ഈ ക്ഷേത്രത്തിന് അശുദ്ധി ബാധിക്കുന്നതിനും തന്നിമിത്തം സമാധാന ലംഘനത്തിന് ഇവിടെയുള്ളതായി നമുക്ക് കാണപ്പെട്ടിരിക്കയാൽ മേൽപ്പറഞ്ഞ വഴികളിൽ കൂടിയോ സ്ഥലങ്ങളിൽ കൂടിയോ മേൽപ്പറഞ്ഞ ജാതിക്കാർ ഇന്നു മുതൽ ധനു 17 വരെ ഗതാഗതം ചെയ്തു പോകരുതെന്ന് ഇതിനാൽ നാം കൽപ്പിക്കുകയും ഖണ്ഡിതമായി താക്കീതാക്കുകയും ചെയ്യുന്നു. ഞാനിത് വായിക്കാൻ കാരണം എന്താണ്? ഈ ഹിന്ദുക്കളെന്ന് പൊതുവെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വളരെ കൃത്യമാണ്. കൊച്ചി ഗവൺമെൻറ് ഗസറ്റിൽ പറയുന്നു, ഹിന്ദുക്കളിൽ തന്നെ തീണ്ടലുള്ള ജാതിക്കാർ. നോക്കൂ, ഇവിടെ ഹിന്ദുക്കളുടെ വിശ്വാസം, ആചാരം എന്ന് പറയുന്നത് മുഴുവൻ ബ്രാഹ്മണ്യത്തിൻ്റെ, നമ്പൂതിരി ബ്രാഹ്മണ്യത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. നിങ്ങൾ നോക്ക്, ദളിതരുടെ, ആദിവാസികളുടെ, പിന്നോക്ക ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദുത്വ ബ്രാഹ്മണ്യം സംരക്ഷിച്ചതിൻ്റെ ഒരു ചരിത്രമുണ്ടോ? ദളിതരുടെ അമ്പലങ്ങളും ആദിവാസികളുടെ ക്ഷേത്രങ്ങളും എല്ലാം തന്നെ ബ്രാഹ്മണ്യം ദേവപ്രശ്നം വെച്ച് കൈയടക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്മേലൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹിന്ദുത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ച് നമ്പൂതിരി ബ്രാഹ്മണ്യത്തെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഇവരാരും തന്നെ ദളിതരുടെയോ ആദിവാസികളുടെയോ പിന്നോക്ക ജനതയുടെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ദളിതരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി അവർ നിൽക്കാത്തത്?
പകരം എക്കാലത്തും നമ്മൾ കാണുന്നത് എന്താണ്? എക്കാലത്തും നമ്മൾ കാണുന്നത് നമ്പൂതിരി ബ്രാഹ്മണ്യത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്ത്രീകൾക്കെതിരായ അപമര്യാദ അല്ലെങ്കിൽ ആ അതിക്രമം ഉണ്ടായ വർഷം ഏത് എന്നാണ് അങ്ങ് പറയുന്നത്? 1919. ഇത് 1919-ലാണ്. 1919 ആ വാർത്ത വന്നത് ഇത് ദേശാഭിമാനി 25/1/1900. ഇന്നത്തെ ദേശാഭിമാനിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. അന്നത്തെ പത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ശരി, അത് നമുക്കൊരു ഇത് ചെറായി രാമദാസിന്റെ കായൽ സമ്മേളനം രേഖകളിലൂടെ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ രേഖകളെല്ലാം വളരെ കൃത്യമായിട്ട് ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് സംശയമുള്ളവർക്ക് ചെറായി രാമദാസിന്റെ കായൽ സമ്മേളനം രേഖകളിലൂടെ. ശരി, അല്ല അങ്ങ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ സംശയം ഉന്നയിച്ചതല്ല. സ്വാഭാവികമായും ഇത് ഇത്തരം വിഷയങ്ങളായതുകൊണ്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ വർഷവുമായി ബന്ധപ്പെട്ട് അങ്ങ് ക്ലാരിഫൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നീടാണെങ്കിൽ. ശരി, ഇല്ല, വർഷം ഇപ്പൊ തന്നെ ക്ലാരിറ്റിയാണ്. 1919 25 അന്ന് 1919 രേഖയാണ് ഞാൻ ഈ പറയുന്നത്. അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യമില്ല. സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് അനപേക്ഷിതം ഉച്ചതേ എന്ന്. അതുകൊണ്ട് തെളിവില്ലാതെ ഞാൻ ഒരു വാക്ക് എനിക്ക് പിന്നീട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങയുടെ പാണ്ഡിത്യത്തെ ഒന്നും ചോദ്യം ചെയ്തല്ല. അത് കേട്ടപ്പോൾ ഇതാ നോക്കൂ, അങ്ങ് ദേശാഭിമാനി എന്ന് ഉദ്ധരിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചാണ്. സ്വാഭാവികമായി ഞാൻ ഒരു പത്രപ്രവർത്തകയാണല്ലോ, അപ്പോൾ ആ വർഷം ഉദ്ധരിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സംശയം അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ തെറ്റാണ് എങ്കിൽ, ഞാൻ കേട്ടതിന്റെ പ്രശ്നമാണ് എങ്കിൽ എന്ന് മുൻകൂറായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്തരം സംശയങ്ങൾ ആർക്കും ഉണ്ടാവുമല്ലോ. ഇത്തരം വിഷയങ്ങളിൽ ആരിലും ഒരു സംശയവും അവശേഷിപ്പിക്കാതെ പോകേണ്ടതിന്റെ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ചോദിച്ചാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ശ്രീ ശ്യാംകുമാർ, അതുകൊണ്ടാണ് ഞാനത് വർഷവും കാര്യങ്ങളും എല്ലാം വ്യക്തമാക്കിയത്. ശരി.